ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ളോഗാണ്. നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പം തന്നെ മനസ്സിലായി കാണും. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും മോനും ഹസ്ബൻഡ് അടുത്ത് അബുദാബിയിലേക്ക് പോവുകയാണെന്നുള്ളത്. അപ്പോൾ ഓഗസ്റ്റ് 29 ഉച്ചയ്ക്ക് 1:30-ക്കായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. നമ്മൾ രാവിലെ ഒരു 7 മണി ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് തന്നെയാണ് നമ്മുടെ ഓച്ചിറ അമ്പലത്തിൽ എടുത്ത് നമ്മൾ വണ്ടി നിർത്തി അമ്പലത്തിനുള്ളിൽ കയറി തൊഴുത് കാണിക്കയൊക്കെ ഇട്ടിട്ടാണ് പിന്നെ നമ്മൾ അവിടുന്ന് യാത്ര തിരിച്ചത്. അപ്പം നമ്മൾ ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം നല്ല ഒരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകെ ആ മഴയൊക്കെ അങ്ങ് മാറി നല്ലൊരു ക്ലൈമറ്റായി. അങ്ങനെ പിന്നെ പോകുന്ന വഴിക്കൊക്കെ ഈ റോഡ് പണിയൊക്കെ ഇപ്പോൾ ഹൈവേയുടെയൊക്കെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക്കും പിന്നെ തിങ്കളാഴ്ചയും കൂടെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം പയ്യെയാണ് പോയത്. എയർപോർട്ടിലേക്ക് എന്നെ കൊണ്ടുവിടാനായിട്ട് വല്യമ്മച്ചി, വല്യച്ഛൻ, വല്യച്ഛൻ്റെ മോള്, എൻ്റെ അമ്മ, ഇങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോയി. എന്തായാലും പിന്നെ പോകെ മഴയൊക്കെ അങ്ങ് മാറി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പു അങ്ങ് ഉണർന്നു കഴിഞ്ഞ് പിന്നെ ഫുള്ള് ചില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരിടത്ത് കയറി ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് കയറി. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ എനിക്ക് അത്യാവശ്യം ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഫസ്റ്റ് ടൈമാണ് നമ്മളിങ്ങനെ കുഞ്ഞുമായിട്ടൊരു ട്രിപ്പ്, ഇത്രയും ലോങ് ട്രിപ്പ് പോകുന്നത്. അതിൻ്റെ നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രത്തു നിന്നായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. നമ്മളങ്ങനെ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ എനിക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു. കാരണം ഒന്നാമതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുഞ്ഞിൻ്റെ പ്രായത്തിൽ ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകും, ആ ഒരു പ്രായമാണ്. അതുകൊണ്ടൊക്കെ എനിക്ക് ടെൻഷനായിരുന്നു. ഒറ്റയ്ക്ക് കുഞ്ഞിനെ ക്യാരി ചെയ്യുന്നതും അവൻ എങ്ങനെ ആയിരിക്കും അങ്ങനെയൊക്കെയുള്ള ഓരോരോ ടെൻഷനായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ എയർപോർട്ടിനുള്ളിലെത്തി. പിന്നെ നമ്മളെപ്പോഴും എയർപോർട്ടിലൊക്കെ പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് മാക്സിമം കുറച്ച് നേരത്തെ ഇറങ്ങുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നമുക്ക് ടെൻഷനൊന്നും ഇല്ലാതെ സമാധാനത്തിൽ എത്താം. ഇപ്പോൾ നമുക്ക് ഈ റോഡ് പണി ഹൈവേയുടെയൊക്കെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ 7 മണിക്ക് ഇറങ്ങിയിട്ട് തന്നെ ലേറ്റായാണ് എയർപോർട്ടിൽ എത്തിയത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി ഹസ്ബൻഡ് ഓൺലൈൻ വഴി ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ വഴി ചെക്ക് ഇൻ ചെയ്താൽ നമുക്ക് കുറച്ച് ലേറ്റായാലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ എയർപോർട്ടിനുള്ളിലെത്തി. എയർപോർട്ടിൻ്റെ അടുത്തോട്ട് എത്തും തോറും എൻ്റെ ടെൻഷനും കൂടിക്കൊണ്ടേയിരുന്നു. ഒന്നാമത് നമ്മൾ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോലും 11 മണിയോളം ആയി എയർപോർട്ടിലെത്തിയപ്പം. അപ്പോൾ അതിൻ്റെ അങ്ങ് വല്ലാത്ത ഒരു ടെൻഷനായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് ഉള്ളിലേക്ക് കയറി. നമുക്ക് ഓൾറെഡി ചെക്ക് ഇൻ ചെയ്യാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് ഉള്ളിലോട്ട് കയറുമ്പോൾ നമ്മുടെ കയ്യിൽ പാസ്പോർട്ട്, വിസ, ടിക്കറ്റ് ഇത്രയുമാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും കൊടുത്താൽ മതി. നമ്മുടെ ഫ്ലൈറ്റ് എയർ അറേബ്യ ആയിരുന്നു. അപ്പോൾ എയർ അറേബ്യയുടെ അടുത്ത് നിന്ന് നമ്മുടെ ടിക്കറ്റും പാസ്പോർട്ടും വിസയുടെ കോപ്പി ഇത്രയും കൂടി കൊടുത്ത് ചെക്ക് ഇൻ ചെയ്ത് നമുക്ക് പിന്നെ ഇമിഗ്രേഷനിലേക്കാണ് പോകേണ്ടത്. അതിൻ്റെ ഇമിഗ്രേഷൻ്റെ അടുത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ അലൗഡ് അല്ല. അതുകൊണ്ട് അവിടുത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് ഇമിഗ്രേഷൻ കഴിഞ്ഞ് നമ്മുടെ ഗേറ്റ് 1 ആയിരുന്നു. നമ്മൾ അവിടേക്ക് വന്നു. അപ്പം നമ്മൾ ഓൾറെഡി കുഞ്ഞിന് വേണ്ട ടോയ്സും അവന് വേണ്ട എല്ലാ ഫുഡ് ഐറ്റംസും എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ചെക്ക് ഇൻ ഓൾറെഡി ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ലഗേജ് ഡ്രോപ്പ് ചെയ്താൽ മാത്രം മതിയായിരുന്നു. നമ്മുടെ ലഗേജ് വെയിറ്റൊക്കെ കറക്റ്റ് ആണെങ്കിൽ അവിടുന്ന് തന്നെ പോയിക്കോളും. പിന്നീട് നമ്മൾ ഫ്രീ ആണ്. പിന്നെ നമ്മുടെ കയ്യിൽ ഹാൻഡ് ബാഗ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ ലഗേജ് ഒരു 60 കിലോയും ഹാൻഡ് ബാഗ് ഒരു 20 കിലോയും കൊണ്ടുവരായിരുന്നു. എൻ്റെ വെയിറ്റൊക്കെ കറക്റ്റായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഫ്ലൈറ്റിനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിതേ ഫ്ലൈറ്റിലോട്ട് കയറാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ അനൗൺസ്മെൻറ്റ് വരും. ആ ഒരു ടൈമിൽ നമുക്ക് കയറാം. ഫ്ലൈറ്റിലോട്ട് കയറുന്നതിന് കുറച്ച് മുമ്പ് തന്നെ ഞാൻ അപ്പുവായി വാഷ്റൂമിൽ പോയി അവൻ്റെ ഡ്രസ്സും ഡൈപ്പറും ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ വളരെ ഹാപ്പി ആയിരുന്നു. നല്ല ഹാപ്പിയായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ തനിയെ നടന്നൊക്കെ അങ്ങ് പോയി. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ അവൻ വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ല. പിന്നെ ഈ ബേബീസുമായിട്ടൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കുഞ്ഞിന് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഹാൻഡ് ബാഗിൽ തന്നെ വെക്കുന്ന കാര്യം മറന്നു പോകരുത്. അത്യാവശ്യം വേണ്ട മരുന്നും കാര്യങ്ങളും അവന് വേണ്ട ഫീഡ് ചെയ്യാനുള്ള സാധനങ്ങളും അവൻ്റെ ഡ്രസ്സ്, ഡൈപ്പേഴ്സ് അതൊക്കെ നമ്മുടെ ഹാൻഡ് ബാഗിൽ വെക്കണം. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. എയർ അറേബ്യ ആണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഇനി നമുക്ക് അതിനുള്ളിലേക്ക് കയറാം.
പിന്നെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോർഡിംഗ് പാസ് തരും. അത് നമ്മുടെ കയ്യിൽ കരുതിയേക്കണം. കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ക്യൂവിലൊന്നും നിൽക്കേണ്ടി വന്നില്ല. കുഞ്ഞ് ഫ്രണ്ടിലോട്ട് ഓടി അങ്ങ് പോയി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എനിക്ക് ആ ഒരു ബോർഡിംഗ് പാസ്സൊക്കെ കാണിച്ച് ഫ്ലൈറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മൾ നമ്മുടെ സീറ്റിൽ വന്നിരിപ്പുണ്ട്. സീറ്റ് നമ്പർ ഇങ്ങനെ സൈഡിലോ മുകളിലോ എഴുതിയിട്ടുണ്ടാവും. അത് നോക്കി നമുക്ക് സീറ്റിൽ കയറിയിരിക്കാം. അപ്പോൾ ഞങ്ങൾക്കൊരു വിൻഡോ സീറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് അഥവാ വിൻഡോ സീറ്റ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് അവരോട് ചോദിക്കാം. അവൈലബിൾ ആണെങ്കിൽ അവർ നമുക്ക് വിൻഡോ സീറ്റ് തരുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. ആ ഒരു ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ പ്രഷറിൻ്റെ വേരിയേഷൻ കാരണം നമ്മുടെ ചെവി അടയ്ക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ആ ഒരു ടൈമിൽ വായിൽ വല്ല ക്യാൻഡിയോ ചെവിക്കകത്ത് പഞ്ഞിയോ ഒക്കെ വയ്ക്കാം. കുഞ്ഞുങ്ങളെയൊക്കെയാണ് ഈ ഒരു ടൈമിൽ ഫീഡ് ചെയ്താൽ അവരുടെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ ആണിത്. കറക്റ്റ് 1:30 തന്നെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പുക്കുട്ടൻ നല്ല ഹാപ്പി ആയിരുന്നു. ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്ത് തന്നെ ഫുഡും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വെജിറ്റബിൾ ബിരിയാണിയും മോന് ഒരു എല്ലാ സ്ലൈസ് ബ്രെഡ് സാൻഡ്വിച്ചും ആയിരുന്നു. അവന് വളരെയധികം ഇഷ്ടപ്പെട്ടു. അവൻ നന്നായിട്ട് ആസ്വദിച്ച് അത് എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ജേർണിയിലെ ഏറ്റവും വലിയ ടെൻഷൻ എനിക്ക് മോൻ്റെ കാര്യത്തിലായിരുന്നു. മോൻ എങ്ങനെ ഇരിക്കും, ഫ്ലൈറ്റിൽ അടങ്ങിയിരിക്കുമോ, അതൊക്കെയായിരുന്നു എൻ്റെ ടെൻഷൻ. പക്ഷേ മോനെക്കൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അവൻ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു, ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. നമ്മളെപ്പോഴും മാക്സിമം ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ടോയ്സോ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസൊക്കെ നമ്മുടെ ആ ഒരു ഹാൻഡ് ബാഗിൽ കരുതണം. ഞാനങ്ങനെ ടോയ്സും അവന് ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തപ്പോൾ അവൻ നല്ല ഹാപ്പി ആയിരുന്നു. ഇടയ്ക്ക് അപ്പു എൻ്റെ ബാഗിൽ നിന്ന് കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ച് എനിക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പോസ് ചെയ്തൊക്കെ തന്നു. അങ്ങനെ ഏകദേശം ഒരു 4 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡിങ്ങിനുള്ള ടൈമായി. അങ്ങനെ നമ്മൾ അബുദാബിയിൽ എത്തിയിരിക്കുകയാണ്. അബുദാബി എയർപോർട്ടിലൊക്കെ നല്ല സ്ട്രിക്റ്റാണ്. ഫോൺ എല്ലായിടത്തും ഒന്നും അലൗഡ് അല്ല. അതുകൊണ്ട് എനിക്ക് അവിടുത്തെ വീഡിയോ ഒന്നും വലുതായിട്ട് എടുക്കാൻ സാധിച്ചില്ല. എയർപോർട്ടിനുള്ളിൽ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ തന്നെ പുറത്ത് വരുവാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് കുഞ്ഞിനെ ക്യാരി ചെയ്തുകൊണ്ട് ട്രോളി ഉരുട്ടുന്നത് വലിയൊരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് അവിടെ വെച്ചിട്ട് മലയാളി ഫാമിലിയെ കണ്ട് ആ ഒരു ചേച്ചി എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനെ കണ്ട് മോനെ അങ്ങനെ ഹസ്ബൻഡിനെ കാണിച്ചു കൊടുക്കുവാണ് ഞാൻ. പിന്നീട് നമ്മൾ എയർപോർട്ടിന് വെളിയിൽ ഇറങ്ങി ഒരു ക്യാബ് വിളിച്ച് ക്യാബിലാണ് പിന്നെ നമ്മൾ റൂമിലെത്തിയത്. ഇതാണ് നമ്മുടെ അബുദാബി എയർപോർട്ടിൻ്റെ പുറഭാഗം. അകത്ത് വീഡിയോ ഒന്നും എടുക്കാൻ അലൗഡ് അല്ല. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല ഒന്നും. അത്യാവശ്യം നല്ലൊരു എയർപോർട്ടാണ്. ഒരുപാട് ദൂരം നടക്കാനുണ്ട്. കുഞ്ഞുങ്ങളെയൊക്കെ ക്യാരി ചെയ്ത് നടക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ സ്ട്രോളർ വെച്ചിട്ടുണ്ട്. നമുക്ക് സ്ട്രോളറിൽ കുഞ്ഞുങ്ങളെ ഇരുത്തി കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ നല്ലൊരു എയർപോർട്ടാണിത്. അങ്ങനെ നമ്മൾ അബുദാബിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ക്യാബിൽ നമ്മുടെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒരുപാട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഈ അബുദാബിയിൽ നല്ലൊരു ചൂട് ക്ലൈമറ്റാണ്. നമുക്ക് എയർപോർട്ടിനകത്തുനിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഭയങ്കര ചൂടാണ്. ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല, അത്ര ചൂടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഒരുപാട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഈ കാണുന്ന ബിൽഡിംഗ് ആണ് പൈനാപ്പിൾ ബിൽഡിങ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ ഒരു ബിൽഡിങ് കണ്ടപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ ആ ഒരു വീഡിയോ എടുത്തതാണിത്. അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് കരുതി. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഒരു കുട്ടി വ്ളോഗ് ഒരുപാട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ, സീ യു.